നമസ്കാരം. സാഫർജാൻ EXന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയുമായിട്ടാണ്. അതായത് ടാലി സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ അല്ലേ. അതായത് സ്റ്റോക്കിൻ്റെ പേര്, അതേപോലെ തന്നെ സ്റ്റോക്ക് ഏത് ഐറ്റം ആണെന്നുള്ളത്, അതായത് അണ്ടർ അല്ല ഗ്രൂപ്പായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ യൂണിറ്റ് ഓഫ് മെഷർ, ഈ പ്രൊഡക്റ്റിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ളത് നമ്പേഴ്സിലാണോ പാക്കറ്റ് ആയിട്ടാണോ ബോക്സ് ആയിട്ടാണോ എന്നൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആൾട്ടർനേറ്റ് യൂണിറ്റ് വരാറുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് റേറ്റ്, പ്രധാനമായിട്ടും വരുന്നൊരു സംഭവമാണ് സ്റ്റാൻഡേർഡ് റേറ്റ്. അതായത് പർച്ചേസ് റേറ്റും സെയിൽസ് റേറ്റും, വാങ്ങിച്ച വിലയും വിറ്റ വിലയും നമ്മൾ കൊടുക്കുന്നൊരു രീതി കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൽ സാധാരണ രീതിയിൽ ഒരു പക്ഷേ നിങ്ങൾ ചെയ്തു പോകുമ്പോൾ നിങ്ങളൊരു പക്ഷേ പുതുതായിട്ട് ടാലി ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ പുതിയൊരു കമ്പനിയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് ഐറ്റംസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആവില്ല. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കിൻ്റെ പേര്, അണ്ടർ, അതുപോലെ യൂണിറ്റ്, ഈ 3 ഓപ്ഷൻസ് ചിലപ്പോൾ കാണാൻ സാധിക്കുള്ളൂ. അതിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ആൾട്ടർനേറ്റ് യൂണിറ്റോ, ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ കമ്പോണൻസ് ബോംബ്, മാനുഫാക്ചറിങ് ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കാറുള്ള കമ്പോണൻസ് ബോംബ്, ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനും നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു രൂപത്തിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒരുപക്ഷെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ടാലി ERP9 ക്ലാസ്സുകളായാലും ടാലി പ്രൈമിൻ്റെ ക്ലാസ്സുകളായാലും അതിലൊക്കെ ഞാൻ സ്റ്റോക്ക് ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നാലും പലർക്കും ഒരുപാട് ഡൗട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരാൾ ചോദിച്ചു. അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അതിനുള്ള വ്യക്തമായിട്ടുള്ളൊരു ക്ലാസ് എനിക്ക് അതിന് മറുപടി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ചെയ്ത് കാണിക്കുന്നത് 2 സോഫ്റ്റ്വെയറുകളായിട്ടാണ്. അതായത് ടാലിയുടെ തന്നെ ടാലി പ്രൈം ആയാലും ടാലി ERP9 2 യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ടാലി ERP9 യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അതുപോലെ ടാലി പ്രൈം യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ 2 സോഫ്റ്റ്വെയറിലും 2 വേർഷനിലും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, ആക്റ്റീവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, 2 വേർഷനിലും 2 രീതി അല്ലെങ്കിലും 2 വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷനുകളാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ നോക്കുക, ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം നിങ്ങൾക്ക് ടാലി ERP9 ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇൻവെൻട്രി ഇൻഫോയിൽ സ്റ്റോക്ക് ഐറ്റംസിൽ എങ്ങനെയാണ് വരിക, ഇൻവെൻട്രി ഇൻഫോയിൽ സ്റ്റോക്ക് ഐറ്റംസിൽ ക്രിയേറ്റ് അല്ലേ. അപ്പോൾ അതുപോലെ ഞാൻ സ്റ്റോക്ക് ഐറ്റംസിൽ ക്രിയേറ്റ് എടുക്കാൻ പോവാണ്. ഞാൻ ക്രിയേറ്റ് എടുത്ത ശേഷം നമുക്ക് എന്തൊക്കെയാണ് അവിടെ വരുന്നത് നോക്കാം. ആദ്യം ഞാൻ നെയിം എന്നുള്ളിടത്ത് ഒരു ഐറ്റത്തിൻ്റെ പേര് കൊടുത്തു. എക്സാമ്പിളായിട്ട് ലെക്സ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ് കൊടുത്തത്. അണ്ടർ എന്നുള്ളിടത്തുനിന്ന് ഈ ഐറ്റം എന്ത് ഐറ്റം ആണെന്നുള്ളത് അല്ലേ, അതായത് പിന്നെ സോപ്പാണ്. അപ്പോൾ Alt C അടിച്ചിട്ട് ഞാൻ സോപ്പ് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തു. ഇനി കണ്ട പലർക്കും ഇങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ വന്നിട്ടുണ്ടാവുക. ഈ ചോദ്യം ചോദിച്ച ആൾക്കും ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ യൂണിറ്റ് എന്നുള്ളിടത്ത് ഞാൻ സാധാ പോലെ NOIS കൊടുത്തു. യൂണിറ്റ് വരെയാണ് സാധാരണ അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ എളുപ്പമായിട്ടുള്ള രീതിയാണ്. നേരെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കീബോർഡിൽ F12 ബട്ടൺ പ്രസ് ചെയ്യുക. ഈ F12 ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ആയിട്ടൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. പിന്നെ യൂസ് ആൾട്ടർനേറ്റ് യൂണിറ്റ്, അതേപോലെ എനേബിൾ സ്റ്റാൻഡേർഡ് റേറ്റ് ഫോർ സ്റ്റോക്ക് ഐറ്റംസ്, അതേപോലെ എനേബിൾ കമ്പോണൻറ്റ് ലിസ്റ്റ് ഡീറ്റെയിൽസ്, ബ്രാക്കറ്റിൽ ബിൽ ഓഫ് മെറ്റീരിയൽസ് അല്ലേ. ഇങ്ങനെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഈ 3 ഓപ്ഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 നമുക്ക് എന്ത് ചെയ്യുക, എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള എല്ലാ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഈ ഓപ്ഷൻ നമുക്ക് ആക്റ്റീവായിട്ട് കിട്ടും. കണ്ടോ, അപ്പോൾ സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് ഓപ്ഷൻ വരാത്തവർക്ക് നേരെ F12 പ്രസ് ചെയ്താൽ മതി. അതിൽ കാണാൻ സാധിക്കുന്ന STD റേറ്റ് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, എസ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് കിട്ടും. അപ്പോൾ ആൾട്ടർനേറ്റ് യൂണിറ്റ് വന്നു, അതുപോലെ സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് വന്നു. പിന്നെ കമ്പോണൻസ് ബോം എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ആക്റ്റീവ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് അത് വരാത്തത്. ഇനി നമുക്ക് കറക്റ്റായിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിലെ പർച്ചേസ് റേറ്റും സെല്ലിംഗ് പ്രൈസും നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ടാലി ERP9 നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ് റേറ്റ് ആക്റ്റീവ് ആക്കി കൊടുക്കേണ്ടത്. ഇനി താഴെ ഞാൻ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുകയാണ്. ഓപ്പണിംഗ് ബാലൻസ് 100 കൊടുത്തു ഓപ്പണിംഗ് ക്വാണ്ടിറ്റി ആയിട്ട്.
പിന്നെ റേറ്റ് ഞാൻ വീണ്ടും പർച്ചേസ് റേറ്റിന് ഇട്ട് കൊടുത്തു. അപ്പോൾ കറക്റ്റായിട്ട് വാല്യൂ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ മറക്കേണ്ട F12 ആണ്. നമ്മൾ ഈ സ്റ്റോക്ക് ഐറ്റംസ് എടുത്തിട്ട് അത് വന്നിട്ടില്ലെങ്കിൽ നേരെ അവിടെ നിന്ന് തന്നെ നേരെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ F12 പ്രസ് ചെയ്തിട്ട് ആ പറഞ്ഞ ഓപ്ഷൻസ് എന്ത് ചെയ്താൽ മതി, എസ് കൊടുത്താൽ മതി. ഇനി ടാലി പ്രൈമിൽ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ടാലി പ്രൈമിൽ നമ്മൾ ചെയ്യുമ്പോൾ ടാലി ERP9 ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസിലുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ, ചെയ്യുന്ന രീതി ഒന്നാണ്. ഓപ്ഷനിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അത് ഞാൻ ജസ്റ്റ് ഒരു കമ്പനി ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ടാലി പ്രൈമിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. കമ്പനി ക്രിയേറ്റ് ചെയ്ത ശേഷം ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ന്യൂ ഇന്ത്യ ഒരു കമ്പനീൻ്റെ പേരായിട്ട് ജസ്റ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നോക്കാം. പക്ഷേ ടാലി ERP9 ടാലി പ്രൈമിലും സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന രീതി രണ്ട് രീതിയാണ്. മറ്റേ നമ്മൾ നേരെ ഇൻവെൻട്രി ഇൻഫോ എന്ന് പറഞ്ഞൊരു ഭാഗമായിരുന്നു കണ്ടിരുന്നത് അല്ലേ നമ്മൾ നേരെ. പക്ഷേ ഇതിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ആദ്യം കാണാൻ പറ്റും. അപ്പോൾ ക്രിയേറ്റിൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്രിയേറ്റ് പറഞ്ഞ ആ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ക്രിയേറ്റിൽ പോവുകയാണ്. ക്രിയേറ്റിൽ നമുക്ക് അക്കൗണ്ട്സും ക്രിയേറ്റ് ചെയ്യാം, സ്റ്റോക്കും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റോക്ക് ഐറ്റംസ് എടുക്കാൻ പോവാണ്. ഇൻവെൻട്രി മാസ്റ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിലുണ്ടാവും സ്റ്റോക്ക് ഐറ്റം. സ്റ്റോക്ക് ഐറ്റത്തിൽ ഞാൻ ഐറ്റത്തിൻ്റെ പേര് നേരത്തെ കൊടുത്ത പോലെ തന്നെ ഒരു ഐറ്റം കൊടുക്കുകയാണ്. ഓക്കെ, ഐറ്റം കൊടുത്തു. അതേപോലെ തന്നെ അതിൻ്റെ അണ്ടർ എന്നുള്ളിടത്തു നിന്ന് ഞാൻ അണ്ടറും ക്രിയേറ്റ് ചെയ്യണം. Alt C അടിച്ചിട്ട് അതിൻ്റെ അണ്ടർ ക്രിയേറ്റ് ചെയ്തു. ഇനി അതിന് ശേഷം പിന്നെ നമുക്ക് യൂണിറ്റ് ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് എന്നുള്ളിടത്ത് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ കൊടുത്ത പോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, NOS കൊടുക്കുക അല്ലേ, നമ്പേഴ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്പേഴ്സ് കൊടുത്തു, NOS എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു, നേരെ എൻ്റർ ചെയ്തു. കണ്ടോ, ആൾട്ടർനേറ്റ് യൂണിറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇനി ഇത് എങ്ങനെയാണ് ഇത് അവൈലബിൾ അല്ലാതെ വരിക അല്ലേ, ഇൻവിസിബിൾ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് വരിക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ എന്ത് ചെയ്യാം, F12 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റാൻഡേർഡ് റേറ്റിന് നോക്കുകയാണെങ്കിൽ പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് റേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ നോ ആക്കി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഓപ്ഷൻസ് അവിടെ കാണാൻ സാധിക്കില്ല. ഓക്കെ, ഞാൻ അവിടെ നോ കൊടുത്തു. നോ കൊടുത്തിട്ട് നോക്കുകയാണെങ്കിൽ കണ്ട ആ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അതുപോലെ തന്നെ ആൾട്ടർനേറ്റ് യൂണിറ്റിൻ്റെ ഓപ്ഷനും ഇതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൾട്ടർനേറ്റ് യൂണിറ്റിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു F12 എന്ന് പറഞ്ഞൊരു കോൺഫിഗറേഷൻ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയാണ് നമ്മൾ പറഞ്ഞു. രണ്ട് രീതിയല്ല, രണ്ട് വ്യത്യസ്ത ഓപ്ഷനാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ F12 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ കാണാൻ പറ്റും. ഈ ടാലി പ്രൈമിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക എങ്ങനെയാണ്, പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. ഓക്കെ, മറ്റുള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് റേറ്റ് ഫോർ സ്റ്റോക്ക് ഐറ്റംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനായിരുന്നു നമുക്ക് കണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റോക്ക് ഐറ്റംസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ F12 പ്രസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.